ശ്രീ ഹാഷിം അരിയിൽ ഇവിടെ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം പറയേണ്ടതുണ്ട്. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംവിധാനം അത് നിലവിലുണ്ട് എന്ന് ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പറഞ്ഞാൽ തീരാത്തത്ര അധികം പേരുകൾ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ഈ ചർച്ചയുടെ സമയക്കുറവ് കൊണ്ടാണെന്ന് തോന്നുന്നു വളരെ കുറച്ച് പേരുകൾ, ഞാനതിൽ കുറച്ചൊക്കെ എഴുതി വെച്ചു, എങ്കിലും 10-12 പേരുകൾ അദ്ദേഹം പറഞ്ഞു. ഇനിയും പേരുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഇതുണ്ട്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തിൽ കുറേ അധികം പെൺകുട്ടികൾ ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടായി മരണമടക്കം ആ പട്ടികയിലേക്ക് ചേർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ നടക്കുന്നത് അതുകൂടി തെറ്റാണ്. ലവ് ജിഹാദ് എന്ന് പറയുന്ന തെറ്റാണ്, അത് നിലനിൽക്കുന്നുണ്ട്, അത് പാടില്ല എന്ന് പറയാനുള്ള ആർജവം വേണ്ടേ? അതുമാത്രമല്ല, ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിർബന്ധിത മതപരിവർത്തനം തടഞ്ഞുകൊണ്ടുള്ള നിയമമുണ്ട്. കേരളത്തിലടക്കം അത് നടപ്പിലാക്കാൻ നാഷണൽ ലീഗിനെ പോലുള്ള പാർട്ടികൾ മുന്നോട്ട് വരണം. അതിൽ പ്രധാനമായും അങ്ങേപ്പോലുള്ള ആളുകൾ, ഹാഷിം അരിയിലിനെ പോലുള്ള ആളുകൾ വരുമെങ്കിൽ ജനൻ ടി വി ആ വാർത്ത നന്നായി കൊടുക്കാനും അങ്ങയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ക്യാമ്പയിൻ നടത്താനും ഞങ്ങൾ തയ്യാറാണ്. ശ്രീ ഹാഷിം അരിയിൽ, ഈ വിഷയത്തെ 2010 ജന്മഭൂമി പത്രത്തിൽ ഇന്ന് ഞാൻ ഇതിന് ഈ ഒരു മൂഡിലേക്ക് പോകാത്തതുകൊണ്ടാണ്. ജന്മഭൂമി പത്രത്തിന്റെ ജനറൽ 4-ാം പേജാണെന്ന് എന്റെ ഓർമ്മ. അതിന്റെ ഒരു ഹാഫ് പേജ് ഈ വിഷയത്തെ കുറിച്ച് എതിർത്തുകൊണ്ട് വിനീതനായ ഞാൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു പത്രസമ്മേളനത്തിന്റെ കുറിപ്പ് എൻ്റെ അടുത്ത് ഇപ്പോഴും സൂക്ഷിച്ചിരിപ്പുണ്ട്. 2010 2010 തുടക്കത്തിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കണ്ണൂരിൽ ഒരു പ്രസ് ക്ലബിൽ വെച്ച് ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ജന്മഭൂമി പത്രത്തിലാണ് ഞാൻ ഈ പറയുന്നത്. 1/2 പേജോളം വരുന്ന വാർത്തയാക്കി അത് പത്രത്തിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ അടുത്ത ഇതേ വിഷയം എപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാനത് എടുത്തു തരാം. എന്റെ ഫയലിൽ സൂക്ഷിച്ചിരിപ്പുണ്ട്. മറ്റൊന്ന്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലവ് ജിഹാദി എന്ന ഒരു പദ്ധതി അനുവദനീയമല്ല. ആരെന്ത് പറഞ്ഞാലും ഏത് പണ്ഡിതനും പറഞ്ഞാലും അങ്ങനെ ഒരു സംവിധാനം ഇസ്ലാമിലില്ല. ഇവിടെ പ്രിയപ്പെട്ട അനിൽ വിളയിൽ സാറ് നേരത്തെ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിൽ പറയുന്ന, ഞാനിപ്പോ ഖുർആൻ എടുത്ത് കയ്യിൽ വെച്ചത് അതുകൊണ്ടാണ്, ഞാനത് നോക്കുക. ഞാൻ അതിൽ പറയുന്ന വാക്കെന്താ? വലാ തൻകിഹുൽ മുശ്രിക്കാത്തി ഹത്താ യൂമിന്ന വല അമത്തും മൂമിനത്തും ഖൈറും മിൻ മുശ്രിക്ക വലൗ അഅജബതുക്കും വലാ തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യൂമിനു വല അബ്ദു മൂമിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബതുക്കും ഉലൈക യദ്ഊന ഇലന്നാർ വല്ലാഹു യദൂ ഇലൽ ജന്ന വൽ മഗ്ഫിറ. ഇത് ഈ അറബി വാക്യത്തിന്റെ അർത്ഥം ആരിഫ് ഹുസൈന് അപ്പുറമുണ്ട്. അദ്ദേഹം ഒരു യാഥാസ്ഥിക മതവിദ്യാഭ്യാസത്തിൽ ഒരുപാട് സംവിധാനത്തിൽ പഠിച്ച ഒരാൾ എന്ന നിലക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഭാഷയിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം അത് തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ പറയുന്നുണ്ട്, അവരാ തൻകിഹുൽ മുശ്രിക്കാത്തി, നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെ വിവാഹം ചെയ്യരുത്. നിങ്ങൾ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെ വിവാഹം ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഹത്തായൂമിന്ന, അവർ വിശ്വസിക്കുന്നത് വരെ. നിങ്ങൾ അവരെ വിശ്വസിപ്പിച്ചിട്ട് നിങ്ങൾ വിവാഹം ചെയ്യണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അതങ്ങനെ തന്നെയാണ്. അത് വിശ്വാസമാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ഞാനും അത് തന്നെ പറഞ്ഞുള്ളൂ. ബഹുദൈവ വിശ്വാസി ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ കല്യാണം കഴിക്കരുത്, പാടില്ല. അതിന്റെ അർത്ഥം അങ്ങനെ. വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നിർബന്ധിച്ചിട്ട് എന്നെ നിങ്ങളുടെ സംസ്കാരങ്ങളും നിങ്ങളുടെ ആചാരങ്ങളും എന്നെ വിശ്വസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. ഞാൻ സമ്മതിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ. പുറത്ത് ചില ഭീഷണിയുടെ പുറത്ത് വിശ്വാസികളായിരിക്കണം. നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാ. പുറം മോടിയുടെ പുറത്ത് ചില തീവ്രവാദികൾ ഉണ്ടാക്കുന്ന വരികളെ, ഖുർആനെ വളച്ചൊടിക്കാൻ വേണ്ടി ചില തീവ്രവാദ ചിന്താഗതിക്കാരുണ്ടാക്കുന്ന വിഷയങ്ങളെ പർവ്വതീകരിച്ച് കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ഖുർആൻ എന്താ പറഞ്ഞത്? ഖുർആൻ പറഞ്ഞത് അവർ അവിശ്വാസിനികളായ സ്ത്രീകളെ, ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് അതിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമം നിങ്ങൾക്ക് അടിമ സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യലാണ്. ഖുർആൻ അവിടെ അങ്ങനെ പറയുന്നത്. ഖുർആൻ അത്രയും ഗൗരവമായി പഠിപ്പിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു അമുസ്ലിം സ്ത്രീയെ, ഒരു ബഹുദൈവ വിശ്വാസിനിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല. പിന്നെ ഒരു വിശ്വാസിനി ആവണമെങ്കിൽ
അവർക്ക് മതത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകണം. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു മതത്തിൽ വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസപ്പുറത്ത് നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ ആചാരത്തെക്കുറിച്ചും ഒക്കെയുള്ള ധാരണകൾക്കനുസരിച്ചുള്ള ഒരു ജീവിത ക്രമമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ജീവിതക്രമത്തിൽ ഒന്നെന്താണ്? അവിവാഹിതയായ ഒരു സ്ത്രീയുടെ മുഖത്ത് പിന്നെ അവർക്ക് അന്വേഷണത്തിന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. വിവാഹ അന്വേഷണം നടത്തണമെങ്കിൽ ആദ്യമേ അവൾ വിശ്വാസിനിയാകണം. അതിന് മുമ്പേ ഈ അന്യ സ്ത്രീയെ നോക്കുന്നത് നിഷിദ്ധമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവളോട് സംസാരിക്കുന്നത് നിഷിദ്ധമാണ്. അവളോട് സംസാരിക്കുന്നത് നിഷിദ്ധമാണ്. അവരെ നോക്കുന്നതും സംസാരിക്കുന്നതും നിഷിദ്ധമാകുന്ന ഒരിടത്ത് നിന്ന് ഈ കുട്ടിയെ ഒന്നിച്ച് താമസിപ്പിക്കാൻ മതം പറയുന്നതാണ്. മതത്തിന്റെ പേരിൽ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്നവന്മാരെ പിടിച്ചു കെട്ടണമെന്ന മതവിശ്വാസികൾക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെല്ലാം അത് അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. അങ്ങനെ തന്നെയല്ലോ മത സംവിധാനങ്ങൾ പറയുന്നത്. പകരം ഇവര് പറയുന്നത് മതവിശ്വാസ പ്രകാരമാണ് വിവാഹം ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ 25ഓളം നോട്ടീസുകൾ നിങ്ങൾ നോക്ക്. ആ നോട്ടീസുകളിൽ ഒന്നിൽ പോലും ഞങ്ങൾ മതവിശ്വാസ പ്രകാരം വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടല്ല, ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം വിവാഹം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ രജിസ്റ്റർ ഓഫീസിൽ വന്നിട്ട് നോട്ടീസ് ഇട്ടിരിക്കുന്നത്. ഒരു മാസം ഈ നോട്ടീസ് അവിടെ കത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നിയമ നടപടിക്കും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾക്കുള്ള സൗകര്യത്തിനാണ് ഈ നോട്ടീസ് ഉണ്ടാകുന്നത്. ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ അത് വരുത്താൻ. അതുവരെ ഈ മാതാപിതാക്കൾ എവിടെ പോകുന്നു? നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഏത് മതം ജാതി എന്നല്ല, നമ്മുടെ മക്കൾ ഇന്ന് നമ്മുടെ കയ്യിലില്ല എന്നത് നാട്ടിലുള്ള രജിസ്റ്റർ ഓഫീസ് മുഴുവൻ നമ്മുടെ മക്കളുടെ പേരിൽ വിവാഹം നടക്കാൻ പോകുന്നു, അതിൻ്റെ നോട്ടീസ് പതിച്ചിട്ടുണ്ടോ എന്ന് നോക്കി ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ മാതാപിതാക്കൾ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടപടിയുള്ള കേസാണോ? നമ്മുടെ മക്കളൊക്കെ വിവാഹം കഴിക്കാൻ പോകുന്നു, അവർ വിവാഹം കഴിക്കുന്ന ഏതെങ്കിലും സബ് രജിസ്ട്രാർ ഓഫീസിൽ നോട്ടീസ് ഇട്ടിട്ടുണ്ട്, ആ നോട്ടീസിൽ നമ്മുടെ കുട്ടികളുടെ പേരുണ്ടോ എന്ന് തപ്പി നടക്കേണ്ട ഗതികേട് ഇവിടുത്തെ ഇസ്ലാം അല്ലാത്ത മതവിശ്വാസികൾക്ക് വരുന്ന ഒരു സാഹചര്യം, അതല്ലേ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്? ഇസ്ലാമിന് മാത്രമല്ലല്ലോ, എല്ലാ മതത്തിലും ഉണ്ട്. ഞാനിപ്പം നിൽക്കുന്ന പ്രദേശത്തുണ്ടാകാമല്ലോ. ഞാൻ പറയുന്നത് എനിക്കറിയാവുന്നതിൽ വിളിച്ചു പറയാനല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പൊ എണ്ണിപ്പറയാം. എനിക്കറിയുന്ന വ്യക്തിപരമായിട്ട് എൻ്റെ കുടുംബത്തിലടക്കം നടന്നിരിക്കുന്ന ഇത്തരം വിവാഹങ്ങൾ പലതും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അവരുടെ മാതാപിതാക്കളും വേദനിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പേരാമ്പ്രയിലൊരു ഉപ്പയും ഉമ്മയും മകള് മറ്റൊരു മതസ്ഥന്റെ കൂടെ പോകുമ്പോ അവിടെ നിന്ന് നിലവിളിക്കുന്നത് മീഡിയ മുഴുവൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഹിന്ദു കുട്ടികളുടെ കാര്യത്തിന് നിങ്ങൾ അലർട്ട് ആവണം എന്നല്ല പറഞ്ഞത്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ നോട്ടീസ് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഒരുപാട് RSSന്റെയും അതുപോലെ തന്നെ സംഘപരിവാറിന്റെയും BJPയുടെ ഒക്കെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അവരുടെ ഒക്കെ ചില വാട്സപ്പ് മെസ്സേജുകളിൽ, ഫേസ്ബുക്ക് മെസ്സേജുകളിലൊക്കെ നിരന്തരമായി നമ്മൾ കാണാറുണ്ട്. എന്നാൽ പോലും അവിടെ പോയിട്ട് അത് അരുതെന്ന് പറയാൻ തന്റെ ഇടം കാണിക്കുന്ന ഈ ഒരു മാസം വരെ കിട്ടിയിട്ടും തന്റെ മക്കൾ എവിടെ പോകുന്നു, എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നറിയാത്ത വലിയൊരു സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തെറ്റല്ലേ? അത് മതത്തിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. എല്ലാ നിലക്കും മക്കളിലുള്ള ഒരു കൺട്രോൾ, അവരാരാണെന്ന് അറിയാത്ത രൂപത്തിലുള്ള ഒരു ജീവിത ശൈലി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ അറിയണ്ടേ? ഈ കുട്ടിയുടെ വിഷയത്തിൽ തന്നെ എത്ര ദയനീയമാണ് നമ്മൾ ചിന്തിച്ചു നോക്ക്. ആ കുട്ടി മാസങ്ങളായിട്ട് പീഡനം അനുഭവിക്കുന്ന പറയുന്നത്. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിന്റെ നട്ടെല്ല് ചവിട്ടി തകർത്തിരിക്കുന്നു എന്നാ പറയുന്നത്. ഇത്രമാത്രം പീഡനങ്ങൾ ഈ കുട്ടി അനുഭവിക്കുമ്പോൾ ആ കുട്ടിക്കൊന്ന് ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇങ്ങനെ ഒരു തന്റെ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് സൗകര്യങ്ങളില്ലെങ്കിൽ നമ്മൾ ഇത്രമാത്രം വലിയ ഇരുട്ടിലാണ് ജീവിക്കുന്നത് എന്നത് വലിയ ഗൗരവമായ വിഷയമല്ലേ? നിങ്ങൾ പറഞ്ഞു ഇതാരും പ്രതിഷേധിച്ചില്ല, മൗനം എല്ലാവരും അവലംബിക്കുന്നു. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്ന വരെ രക്ഷിതാക്കൾക്ക് അടക്കം ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. കുട്ടി ഈ ജീവിതത്തിൽ നിന്ന് പോയി, അതിന്റെ ലോകം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പുറംലോകം അറിയുന്നത്. ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട എല്ലാവരും നിങ്ങൾ ഈ വിഷയത്തെ വെറും ഏതെങ്കിലും ജിഹാദിന്റെ പിറകിൽ കെട്ടുന്നതിന് പകരം മതം നോക്കാതെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ചുള്ള ശബ്ദമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. എല്ലാ അർത്ഥത്തിലും ഈ ഭ്രാന്ത് ഉള്ളത് നിങ്ങൾ നേരത്തെ ഞാൻ എവിടെയോ ഇതില് ഒരു നേരത്തെ രാവിലെ എങ്ങാനും ജനൻ TV ഒരു അടിക്കുറിപ്പ് കണ്ടു. എന്ത് കാമഭ്രാന്ത്, ഇസ്ലാമിക് കാമഭ്രാന്ത്. ഇസ്ലാമിൽ മാത്രമാണോ ഈ ഭ്രാന്ത് ഉള്ളത്? ഈ ഭ്രാന്ത് എണ്ണി പറയുകയാണെങ്കിൽ ആഷാറാം ബാപ്പു ഇപ്പൊ ജയിലില്ല. അദ്ദേഹത്തിന് എന്ത് ഭ്രാന്ത് എന്നാ ഞങ്ങൾ പറയേണ്ടത്? ഏത് ഭ്രാന്ത് എന്നാ പറയേണ്ടത്? ഏത് ജിഹാദ് എന്നാ പറയേണ്ടത് അതിനെ കുറിച്ച്? അതുപോലെ തന്നെ ബൽക്കിസ് ബാനുവിനെ ഉൾപ്പെടെയുള്ള ഗുജറാത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീകളുടെ പീഡിപ്പിച്ചവരെ കുറിച്ച് എന്ത് ഭ്രാന്ത് എന്നാ നമ്മൾ വിളിച്ചു പറയേണ്ടത്? ഗോവിന്ദചാമിക്ക് എന്ത് ഭ്രാന്ത് എന്ന് പറയേണ്ടത്? ഏത് മതത്തിന്റെ ഭ്രാന്ത് എന്നാ പറയേണ്ടത്? അതുപോലെ തന്നെ കത്തുവയിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച അച്ഛനും മകനും അതുപോലെ തന്നെ സുഹൃത്തിനും എന്ത് ഭ്രാന്ത് എന്ന് നമ്മൾ പറയുക? ഉന്നാവയിലെ കുട്ടിയെ പീഡിപ്പിച്ചവരെ കുറിച്ച് എന്ത് ഭ്രാന്ത് എന്ന് പറയാ? എന്തിന് ദേശീയ താരങ്ങളെ പോലും പീഡിപ്പിച്ച MP മാരുടെ ഭ്രാന്തിനെ കുറിച്ച്
എന്താ നമ്മൾ പറയാ? ഇതൊക്കെ വ്യക്തിപരമായിട്ടല്ലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ സാമൂഹികമാണെന്ന് അംഗീകരിക്കുകയാണോ സമൂഹം വേണ്ടത്? അത്തരത്തിലുള്ള വാദങ്ങളൊക്കെ നിർത്തിയിട്ട് ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നവരെ പിന്നെ ശക്തമായിട്ടും നിയമപരമായി സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവരെ ശിക്ഷിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടത്. ഇത് ചെയ്യാത്ത നിലക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചത്തത് ഭീമസേന പിന്നെ കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള നിലക്ക് ഒരു പെൺകുട്ടി ഒരു ഭാഗത്ത് കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു മതത്തിന്റെ പേരിലും അത് ചെയ്തവർ മറ്റൊരു മതത്തിന്റെ പേരിലുമാകുമ്പോൾ അത് മതകീയമായിട്ട് വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലെ മതം പഠിക്കാത്ത കുറെ തീവ്രവാദ ചിന്താഗതികളുള്ളവർ ഒരു ഭാഗത്തുണ്ടാകും. ഇത്തരം ഈ തെമ്മാടിത്തരം ചെയ്യുന്ന ചെറുപ്പക്കാരെ മതത്തിന്റെ പേരിൽ അവർ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇത് ഇവിടെ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ഹാഷിം അരിയിൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനെന്തിന് മതം നോക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊക്കെ പ്രതികളായി വരുന്നവർ ഒരു വിഭാഗത്തിൽ മാത്രമാകുന്നു.